കോമഡി എന്ന് പറയുന്നത് തീർത്തും വേറിട്ടൊരു ഹാസ്യകലയാണ്. സ്റ്റാൻഡപ്പ് കോമഡി രംഗത്തേക്ക് ഉദിച്ചുയരുവാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാർക്ക് ഒരു വിസ്മയ വേദി തീർത്തുകൊണ്ട് ഒരുപാട് ചിരികൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഒരു പുതുപുതൽ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വെൽക്കം എവരിവൺ. ഈ ഹാസ്യവിരുന്നിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു ദി ക്വിക്ക് വിറ്റഡ് കൊമേഡിയൻ സാജു നവോദയ, our beloved comedy king ശ്രീ രമേശ് പിഷാരടി. ചിരിക്കഥകളിലേക്കും പെർഫോമൻസുകളിലേക്കും നമ്മൾ കടക്കുകയാണ്. We have ശ്രീറാം from എറണാകുളം. Welcome. Welcome ശ്രീറാം. സ്വാഗതം. താങ്ക് യു. എറണാകുളത്ത് നിന്നാണ് വരുന്നത്. എറണാകുളത്ത് എവിടെയാണ് താമസം? എറണാകുളത്ത് എടപ്പള്ളി തന്നെയാണ് താമസിക്കുന്നത്. ഇടപ്പള്ളിയിലാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ കൺസൾട്ടൻസി ഫേം ഉണ്ട് അക്കൗണ്ട്സിന്റെ. അവിടെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തു തുടങ്ങിയിട്ട് എത്ര നാളായി? തുടങ്ങിയിട്ടില്ല, ഒരാഴ്ചയായിട്ട്. തുടങ്ങാൻ പോകുന്നു. ഫൺസ് അപ്പോൺ എ ടൈം അങ്ങനെയാണല്ലോ, തുടങ്ങിയിട്ട് ആൾക്കാരായി അങ്ങനെയല്ല, ഇവിടെ വന്ന് ദേ തുടങ്ങാണ് പുള്ളി. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഡാൻസ് എന്ന് പറയുന്നത് ചില നല്ല ചിട്ടയായി വളർത്തിക്കൊണ്ടുവന്ന പിള്ളേര്, അച്ഛനും അമ്മയോടും ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്ന 4 ഭിത്തി കണ്ട് വളർന്ന പിള്ളേരെ പെട്ടെന്ന് ഒരാഴ്ച ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ഹോസ്റ്റലിൽ കൂട്ടുകെട്ടിൽ പെട്ട് വഴി പഴച്ച് ആദ്യത്തെ ഞായറാഴ്ച രാത്രി കൂട്ടുകാർ കള്ളു കൊടുത്തിട്ട് അത് കുടിച്ചിട്ട് അവൻ ഡാൻസ് കളിക്കുമല്ലോ, അതാണ് ഡാൻസ് മോശമല്ലെന്നല്ല, അതിലൊരു നിഷ്കളങ്കത കളിച്ചയില്ലേ. ഡേനൊന്നും മൈൻഡ് ചെയ്തില്ല. ഇല്ല, ഇവിടെ എന്ത് സംഭവിച്ചാലും പുള്ളിയുടെ നൃത്തം അവിടെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു, ഗംഭീരമായി കേട്ടോ. രമേശ് ഏട്ടൻ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഡാൻസ് ഒന്നും കളിക്കാറില്ല. അല്ല, കൂട്ടുകാര് നിർബന്ധിച്ച് കള്ളു കുടിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിർബന്ധിക്കേണ്ട വരാറില്ല. നമസ്കാരം, എൻ്റെ പേര് ശ്രീറാം. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമ്മമാർക്കുള്ള സാധനം എല്ലാവർക്കും അറിയാം, വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ FB പോസ്റ്റിലും നമ്മൾ കഥയൊക്കെ എഴുതുമ്പോൾ ഭയങ്കര ഡിഗ്രി കൂട്ടിയാണ് എഴുതുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ അമ്മയെ ഇവിടെ ഞാൻ പരിചയപ്പെടുത്താം, എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത്. ഇപ്പോൾ KGF സിനിമയിലെ അമ്മയ്ക്ക് ശേഷം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയാണ് എൻ്റെ അമ്മ. പക്ഷെ ആ പോരാളിയുടെ പോര് മുഴുവനും എൻ്റെ നെഞ്ചത്താണ് വീഴുന്നത്. ഇപ്പം നമ്മുടെ പിറന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ എന്നായിരിക്കും പറയാറുള്ളത്. പക്ഷെ എൻ്റെ അമ്മ പറയണത് 25 വർഷമായിട്ട് ഒരുത്തൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അത് എല്ലാ വർഷവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 34ാം പറ്റിപ്പിൻ്റെ വാർഷികമാണ് നടന്നത്. എൻ്റെ അമ്മ എനിക്ക് പണി തന്നിട്ടുള്ളത് എൻ്റെ പേര് ശ്രീറാം എന്നിട്ടതാണ്. അതെനിക്ക് തോന്നുന്നു ജൂലൈ മാസത്തിൽ ജനിച്ചു, രാമായണ മാസം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീറാം എന്നുള്ള പേരിട്ടത്. പക്ഷേ ഇതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളു കുടിക്കാൻ പറ്റൂല, കമൻ്റ് അടിക്കാൻ പറ്റൂല, കോപ്പി അടിക്കാൻ പറ്റൂല. കാരണം ശ്രീറാം എന്നുള്ള പേര് വെച്ചിട്ടാണ് നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് എന്നോട് പറയുന്നത്. എനിക്കാണെങ്കിൽ ഈ മേഖലയിലൊക്കെ പ്രശസ്തനാണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ഒരു ഭാവി അമ്മ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അമ്മ എനിക്കൊരു സഹായം ചെയ്തു. എൻ്റെ പേര് ദുൽഖർ സൽമാൻ എന്ന് വിളിച്ചില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന പെങ്കൊച്ചൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെങ്കൊച്ച് ഇപ്പം ഇരിക്കുന്നതിനെക്കാട്ടും ബോധം കിട്ടു പോകും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 80 മോഡലാണ്. 80 മോഡലിലെ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ദൂരദർശൻ ചാനൽ മാത്രമേ ഉള്ളൂ. ഇപ്പം വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ദൂരദർശൻകാർ ഒരു ഫേവർ ചെയ്യും, ഒരു DD2 എന്നൊരു ചാനലും കൂടെ അവർ തരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DD2 അത്ര പെട്ടെന്ന് കിട്ടില്ല. നമുക്ക് ആൻറ്റിനെ ഏതൊക്കെയോ രീതിയിൽ വെച്ച് എന്തൊക്കെയോ യന്ത്രങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് എൻ്റെ ശാസ്ത്രബുദ്ധി വളർന്നു വരുന്ന സമയമായതുകൊണ്ട് ഞാൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ തിയറിയിലെ ഒരു പരീക്ഷണം നടത്തി. വീട്ടിലെ ട്യൂബ് ലൈറ്റും ഷർട്ട് തൂക്കണ ഹാങ്കർ വരെ ഞാൻ ആ ആൻറ്റിന മേലെ കെട്ടി തൂക്കി. പക്ഷെ DD2 വന്നില്ല. പകരം എൻ്റെ അമ്മ കരണക്കുട്ടിക്ക് 2 തന്നു. അതോടുകൂടി എൻ്റെ ശാസ്ത്രജ്ഞൻ അതോടുകൂടി അന്തരിക്കുകയാണ് അവിടെ ഉണ്ടായത്. പിന്നെ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു ഈ ഹിന്ദി പാട്ട് കാണുക. കാരണം പണ്ടൊന്നും കളർ പാട്ട് കാണാൻ വലിയ പാടാണ്, MTV ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ ചിത്രഹാർ മാത്രമേ ഉള്ളൂ. ചിത്രഹാറിലെ ഒരു പാട്ട് എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ആകർഷിച്ചു. അത് ചോളിക്കെ പീച്ചെ ക്യാ ഹേ എന്നുള്ളൊരു പാട്ടായിരുന്നു. എനിക്കന്ന് ഹിന്ദി അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ചോളിക്കെ പീച്ചെ ക്യാ ഹേ ഒച്ചത്തി പാടിക്കൊണ്ട് വീടിന് ചുറ്റും നടന്നു. അമ്മയ്ക്കാണെങ്കിൽ ഹിന്ദി അറിയത്തില്ല അതുവരെ. പക്ഷേ ഏതോ അദൃശ്യ ശക്തിയുടെ പ്രേരണയാൽ എന്നെ ചപ്പാത്തി കോലിച്ചിട്ടാണ് തല്ലിയത്. അന്ന് എനിക്ക് മനസ്സിലായി ഹിന്ദി സീഖന ബഹുത്ത് ആവശ്യ ഹേ എന്നുള്ളത്.
അപ്പോൾ നമുക്ക് വേറൊരു എന്റർടൈൻമെന്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ആണ്. ടി വിയിൽ ക്രിക്കറ്റ് വരിക എന്നുള്ളതാണ്. പക്ഷേ ടി വിയിൽ ക്രിക്കറ്റ് വന്നാൽ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ക്രിക്കറ്റിലെ കമന്ററിയെക്കാട്ടും എൻ്റെ അമ്മയുടെ കമന്ററി അങ്ങ് തുടങ്ങും. അമ്മയുടെ കമന്ററി കേട്ട് കഴിഞ്ഞാൽ സച്ചിൻ ബാറ്റ് വെച്ചിട്ട് ഇറങ്ങി പോകുന്ന എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതിന് ഭയങ്കര റിസ്ക് ആണ് സാധനം. ക്രിക്കറ്റ് കണ്ട ഉടനെ അമ്മ വെളിച്ചപ്പാടാവും. അമ്മയുടെ ഡയലോഗ് ഇങ്ങനെ ആയിരിക്കും: നീ ഇത് മാത്രം കണ്ടിരുന്നാൽ മതിയടാ, നീ ഒന്നും പഠിക്കണ്ട, നീ ഇങ്ങനെ നടന്നോ, നീ ഉമ്മറ കളി കണ്ടു കഴിഞ്ഞാൽ ഉമ്മര് നിനക്ക് കാശ് കൊണ്ട് തരുന്നത്. പക്ഷെ എനിക്ക് ആ ലോജിക്ക് പിടികിട്ടിയില്ല. കാരണം അമ്മ സ്ഥിരമായിട്ട് കാണുന്ന മാനസി സീരിയലിന്റെ സംവിധായകൻ മധു മോഹൻ അമ്മയ്ക്ക് DD ഒന്നും അയച്ചു കൊടുക്കണ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പിള്ളേരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ ട്രിപ്പിന് പെർമിഷൻ ചോദിക്കുക എന്നുള്ളത്. ട്രിപ്പിന് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മദർ പറയും, ഇവിടെ ആ സ്ഥലത്തിന് എന്താണ് ഇത്ര പ്രത്യേകത, ഇവിടെ കോവളത്തെ വേലി തന്നെയല്ല അങ്ങ് ഗോവയിൽ പഠിക്കണമെന്ന്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുളു മണാലി ഒന്നും ചോദിക്കാറില്ല. കാരണം എൻ്റെ അമ്മ വേണമെങ്കിൽ ഫ്രീസർ തുറന്നിട്ട് പറയും, ഇവിടെ ഈ ഐസ് തന്നെയല്ല അങ്ങ് കുളു മണാലി ഉള്ള, നീ എന്തിനാപ്പം അങ്ങോട്ട് പോകണമെന്നുള്ളത്. നമുക്കിപ്പോൾ ഒരു ടെക്നോളജി ഉണ്ട്, QR കോഡ് സ്കാനിങ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ QR കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻ്റ് ഒക്കെ അടയ്ക്കാം. അതുപോലെ തന്നെയാണ് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ കേൾക്കാൻ പറ്റും, പുസ്തകമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഈ ടെക്നോളജി ഞാൻ ആദ്യം കണ്ടത് എൻ്റെ അമ്മയിലാണ്. കാരണം സ്കൂളിൽ നിന്ന് പ്രോഗ്രസ് കാർഡ് കിട്ടുമ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, അപ്പോഴേ ഓഡിയോ അങ്ങ് പ്ലേ ആവും. അപ്പോഴേ ഡയലോഗ് വരും, നിന്നെ ഞാൻ എന്തിനാടാ കഷ്ടപ്പെട്ട് പഠിക്കാൻ വിട്ടേക്കണത്, ഞാൻ ഈ പഠന പാഠം നിനക്ക് കണ്ടുകൂടെ എന്നുള്ളത്. എന്നിട്ട് പഴയ ഡയലോഗ് വിടും, ഞാൻ ഈ തോടും മലയും കാടും ഒക്കെ കയറിയാണ് ഞാനും പഠിച്ചിട്ടുള്ളത്, എന്നിട്ട് കണ്ടാന്നുള്ളത്. അമ്മയുടെ ഡയലോഗ് കേട്ടാൽ തോന്നും അമ്മ ഏതോ ഹിമാലയത്തിൽ ട്രക്കിങ് പോയെന്ന്. പക്ഷേ ഹിമാലയത്തിൽ ട്രക്കിങ്ങിന് പോയ പാർട്ടിയുടെ മാർക്ക് 2ഉം 2.5 ആയിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മൂമ്മ 50-ൽ 0 വാങ്ങിച്ചത്, അമ്മ അത് 2.5 എത്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് 20 വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ 3 തലമുറ വരുമ്പം അവർ 50-ൽ 50 എത്തിയും നമ്മുടെ കുടുംബം ഒരു IAS കുടുംബമാവും. പക്ഷേ ഞാൻ എൻ്റെ അമ്മയല്ല കുറ്റം പറയണത്, അത് കഴിഞ്ഞിട്ട് വന്ന അമ്മമാരും ഈ ഒരു കാറ്റഗറിയാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ച്, പുള്ളിക്കാരിയുടെ മോള് സ്കൂളിൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് ഭയങ്കര കംപ്ലൈൻറ്റ്. അപ്പം ഞാൻ ആലോചിച്ചു, 10ാം ക്ലാസ്സിൽ പാനിപ്പട്ട് യുദ്ധം പഠിപ്പിക്കുമ്പം പക്കാവട കുറിച്ചുകൊണ്ടിരുന്നതിന് ടീച്ചർ പൊക്കിയ പക്കാവട പാറുവാണ് അവളുടെ കൊച്ചി ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പരാതി പറയണത്. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർച്വൽ റിയാലിറ്റി എന്നുള്ള സാധനമാണ്. അപ്പോൾ വെർച്വൽ റിയാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ഈ സാധനം ഉണ്ടാവില്ല, പക്ഷെ നമുക്കത് തോന്നും. ഇപ്പം അതിനൊരു കണ്ണാടിയൊക്കെ കിട്ടും, കണ്ണാടി കിട്ടിയ ഈ സാധനം നമ്മുടെ അടുത്തുണ്ടെന്ന് തോന്നും. ഈ ടെക്നോളജി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ അമ്മയാണ്. കാരണം പണ്ട് TV-യിൽ കുക്കറി ഷോ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ ചോറ് വെക്കുമ്പം കറി ഇല്ലെങ്കിൽ പുള്ളിക്കാരി ഈ TV ചാനൽ ഓൺ ചെയ്യും, എന്നിട്ട് ചോറും എടുത്തു തരും, അതിലെ കറി കൂട്ടി ഞങ്ങൾ കഴിക്കും. അതാണ് ഞങ്ങളുടെ വെർച്വൽ റിയാലിറ്റിയുടെ ആദ്യത്തെ എപ്പിസോഡ്. ഇപ്പോൾ ആൺപിള്ളേർക്ക് പ്രത്യേകിച്ച് അറിയാം, ചെറുതിലായിരിക്കുമ്പോൾ ആൺപിള്ളേരുടെ ഹെയർ സ്റ്റൈൽ ഏകദേശം പറ്റ അങ്ങ് വെട്ടിക്കും. പിന്നെ അടുത്ത സ്റ്റേജ് മുട്ട മാത്രമേ ഉള്ളൂ, അതിന് തൊട്ടുള്ള പറ്റയാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പോയി വന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ക്രൂ കട്ട്, മഷ്റൂം കട്ട് തുടങ്ങിയ പലതരം കട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ എൻ്റെ തലയിലൊന്ന് പരീക്ഷിച്ചോട്ടെ എന്ന്. അപ്പം തന്നെ ഡയലോഗ് വന്നു, നീ ഇപ്പോൾ വളരെ ചെറുതാണ്, നീ വലുതായിട്ട് വേണമെങ്കിൽ ഈ കട്ടൊക്കെ പരീക്ഷിച്ചോളാൻ. വർഷങ്ങൾ കഴിഞ്ഞു, എൻ്റെ തലയിലിരുന്ന് മുടിക്ക് അവിടെ ഇരുന്ന് ബോറടിച്ചതുകൊണ്ട് അത് പതുക്കെ താടിയിലേക്ക് അങ്ങ് ഷിഫ്റ്റായി പൊസിഷൻ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബാർബർ ഷോപ്പിൽ പോകുമ്പം അവിടുത്തെ ഹിന്ദി ചേട്ടൻ എന്നോട് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കും, എന്നിട്ട് പറയും, സർ ആപ്കെ തലേമേ ക്യാ കർനാ ഹേ എന്നുള്ളത്. ഞാൻ വളർന്നു വലുതായി എന്നുള്ള ബോധം അമ്മയ്ക്ക് വന്നു. ഇപ്പം അമ്മ എന്നോട് പറയും, എടാ നീ പറഞ്ഞ മറ്റേ ക്രൂക്കട്ടും മഷ്റൂം കട്ടൊക്കെ ഇപ്പം പരീക്ഷിച്ചോളാൻ. ഞാൻ പറഞ്ഞു, മദർ ഇപ്പം എൻ്റെ തലയിൽ ഒരു കട്ടും പരീക്ഷിക്കാൻ പറ്റൂല, വേണമെങ്കിൽ സ്കെച്ച് പെൻ എടുത്ത് വേണമെങ്കിൽ 2 ടാറ്റു പടം വേണമെങ്കിൽ വരച്ചോളം പറഞ്ഞു. KGF സിനിമയിലെ അമ്മയ്ക്ക് ശേഷം ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ പോരാളി തന്നെയാണ് എൻ്റെ അമ്മ. എനിക്കറിഞ്ഞൂടാ എൻ്റെ അമ്മയെ പോലെയാണോ നിങ്ങളുടെയൊക്കെ അമ്മമാരെന്നും. താങ്ക് യു. ശ്രീറാം, നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ആദ്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ശ്രീറാമിന് ദുൽഖർ സൽമാൻ എന്നുള്ള പേര് ചേരില്ലാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ചേരും, നല്ല പേര് തന്നെയാണ്. ഞാൻ മേഡത്തോട് ചോദിച്ചാൽ മേഡം ഇത് കേൾക്കുവോ? എന്താണ് ദുൽഖർ സൽമാൻ തന്നെ മേഡം വിശ്വസിക്കുമോ? പേര് ഇയാൾക്ക് നന്നായിട്ട് ചേരും. ശരി ശരി, ഓക്കെ, ബി പോസിറ്റീവ്. പേര് ആർക്കും വേണേലും ഇടാമല്ലോ, അതല്ലേ. പിന്നെ നല്ല ക്രിസ്പൻ ഷോർട്ട് സ്റ്റോറീസ് ആയിരുന്നു, നല്ല രസമുള്ള തമാശകളായിരുന്നു. ചേട്ടന്മാരെ എന്താ? അല്ല, ഇതിന് എനിക്ക് തോന്നുന്നത് ഗംഭീര പ്രകടനങ്ങളായിരുന്നു. കുറെ അമ്മയും നമ്മുടെയൊക്കെ അമ്മമാര്, കൺവെൻഷണൽ ആയിട്ടുള്ള അമ്മമാർക്ക് കുറെ ശീലങ്ങളുണ്ട്. അത് ചില ശീലങ്ങളാണ്, അതിന്റെ പ്രയോജനം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളൊക്കെ പണ്ട് കാലത്തൊക്കെ ഈ TV മേടിച്ചുകൊണ്ടെന്നാൽ ഇതിന്റെ കാർഡ്ബോർഡ് വെട്ടി എടുത്ത് മേളിൽ സൂക്ഷിച്ചു വെക്കണതാണ്. എനിക്കിത് എന്തിനാ സൂക്ഷിക്കണമെന്ന് ഒരു പിടുത്തമില്ല. ചോദിച്ചാൽ പറയും കേടാകുമ്പോൾ നന്നാക്കാൻ കൊണ്ടുപോകാനാണ്, കേടാകുമ്പോൾ അത് അതുപോലെ അവിടുന്ന് വന്ന് ആളെടുത്തോണ്ട് പോകണം, അല്ലാണ്ട് ഈ പെട്ടിയിൽ വെച്ച് ഇതൊരു 10 വർഷത്തോളം സൂക്ഷിച്ചു വെക്കുക. ചില ശീലങ്ങൾ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, അത് മാറ്റി
വെക്കാറില്ല ചില സാധനങ്ങൾ. ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ 1-2 കാര്യങ്ങൾ എനിക്ക് ഈ ഓരോ വർഷം കഴിയുമ്പോൾ 25 വർഷമായിട്ട് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, 26 വർഷമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഏത് നടനെ ഉദ്ദേശിച്ചാണ്, അല്ലെ ഏത് നടനെ ചെയ്യാൻ പറ്റിയ കഥയാണ് എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു കേക്ക്. പിന്നെയും പറഞ്ഞു ഏത് നടന് ചെയ്യാൻ പറ്റിയതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളൊന്ന് കേൾക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സുഹൃത്തിന്റെ റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് വന്നു. കഥ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ ഫസ്റ്റ് പേജിൽ നായകൻ എഴുതിയെടുത്ത് 28 വയസ്സ് വെട്ടിയിട്ടുണ്ട്, 31 വയസ്സുണ്ട് വെട്ടിയിട്ടുണ്ട്, 36 ഉണ്ട്, 38 ഉണ്ട്, 40 ഉണ്ട്. ഞാൻ ഇങ്ങനെ വായിക്കണം ഉപയോഗിക്കണം നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് 40 വയസ്സായോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. ഇത് 5-6 വർഷം മുമ്പ് എഴുതിയ സ്ക്രിപ്റ്റ് അല്ലേ എന്ന് വെച്ചാൽ അതേന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി വളരുന്നതിനനുസരിച്ച് പുള്ളിയുടെ പ്രായത്തിനനുസരിച്ച് നായകന്റെ പ്രായം കയറ്റി വെച്ച് പൊക്കോണ്ടിരിക്കുക. പുള്ളി തന്നെ നായകൻ. പുള്ളി തന്നെ നായകൻ. പിന്നെ ഈ അമ്മമാര് ചില കാര്യങ്ങൾ പറയുന്ന കാരണം തർക്കുത്തരം പറയുന്ന ഒരുത്തരുണ്ട് എൻ്റെ അടുത്ത്. അവൻ ചില നല്ല സമയത്ത് കൗണ്ടടിക്കും. ഇവന്റെ ഒരു ചെറിയ വീടും നമ്മുടെ 90s ഉള്ള സാധാരണ ചെറിയ വീടാണ്. ഇവന് ഇറയത്തിരുന്ന് നഖം വെട്ടുക. ഇവൻ നഖം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ അച്ഛൻ പണിയും കഴിഞ്ഞ് അവശമായിട്ട് കയറി വരുമ്പോൾ ഇവൻ നഖം വെട്ടണം കണ്ടിട്ട് ചോദിച്ചു ഇടാ അന്ത്യക്കൊക്കെ ഇവിടെ ഇരുന്ന് നഖം വെട്ടല്ലേടാ ഗതി പിടിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇവൻ ചോദിക്കും അച്ഛൻ പകലിരുന്ന് നഖം വെട്ടിയതുകൊണ്ടാണല്ലോ മുറ്റത്ത് ബെൻസ് കിടക്കണേ. നന്നായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മള് ശ്രീറാം എന്നുള്ള പേര് ഇട്ടതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വേസ്റ്റ് കൊണ്ടുള്ള വണ്ടി ഉണ്ടല്ലേ പലതും ഭഗവാന്മാരുടെ പേരൊക്കെ അതിനിട്ടേക്കണത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ പേരില്ലല്ലോ ഇരിക്കണത്, നമ്മുടെ പ്രവൃത്തിയിലിരിക്കണത്. പിന്നെ മാക്സിമം പുള്ളിയുടെ ബോഡിനൊക്കെ തന്നെ കളിയാക്കിയിട്ടാണ് പുള്ളിക്കാരൻ ഇതിനകത്ത് ഹ്യൂമർ കൊണ്ടുവന്നേക്കണത്. പിന്നെ അമ്മയെ പറ്റി പറഞ്ഞതും അതിലൂടെ ഹ്യൂമറിലേക്ക് കൊണ്ടുവന്നതും. പക്ഷെ നമുക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ ഇത്രയും സമയം പോയെങ്കിലും അമ്മയെ മോശമായി കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ ഈ ചെറുപ്പത്തിലെ മുടി ഇങ്ങനെ വെട്ടിക്കൊണ്ടത് പറ്റൂല എന്ന് പറയും. അത് നമ്മുടെ അമ്മ പറയും. പിന്നെ വലുതായി ചോദിക്കണം അതൊക്കെ വല്ല കൊച്ചു പിള്ളേരും ചെയ്യേണ്ട കാര്യം. ഈ പ്രായത്തിലാണ് അത് ചെയ്യാൻ പോണെന്ന് ചോദിക്കും. എന്റെ മാത്രമല്ല ഞാനൊക്കെ വെട്ടിയിട്ട് വന്നിട്ട് അമ്മ കൈയിട്ട് നോക്കിയിട്ട് വെട്ടിയിട്ടില്ല പിന്നെയും പോയിട്ട് വെട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഉള്ളൂ. എന്റെ നാട്ടിലെ പിള്ളേരുടെ പേടി സ്വപ്നമാണ് അവിടുത്തെ മുടി വെട്ടുന്ന ഒരു അമ്മയുണ്ട്. അമ്മയുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മൾ വീട്ടിൽ വന്ന് ചെയ്യും. ഒരു സഞ്ചിയൊക്കെ ആയിട്ട് വരും, പിടിച്ചങ്ങനെ ഇരുത്തിയിട്ടില്ല കറാന്ന് അണ്ട് പുള്ളിക്കത്ത് മാമാട്ടിക്കുട്ടിയമ്മ സ്റ്റൈൽ വേണമെന്നൊക്കെ ചോദിക്കും. ഞാനൊക്കെ മാവിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് ഈ അമ്മ വരണ കാണുമ്പോഴത്തേക്ക്. അപ്പൊ എന്തായാലും നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. Once Upon a Time version 2.0 പെർഫോം ചെയ്യാനെത്തുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ബിജു പാല ഫ്രം കോട്ടയം. യോഗി ബാബു ആണോ? അതെ അതെ അതെ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ 2 പേര് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്. ഫിഗർ ആർട്ടിസ്റ്റ് ആണ്. ആരുടെയൊക്കെ ഫിഗർ ചെയ്യും? യോഗി ബാബു, തിലകന, പൂജപ്പുര രവി. ഈ യോഗി ബാബു ചെയ്യാൻ വേറെ വിഗ് വെക്കുവോ അതോ ഇത് തന്നെയാണോ മുടി വെക്കുന്നത്? മുടി ഒത്തിരി ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞ പരിപാടി ഇല്ലാത്തതുകൊണ്ട്. പരിപാടിയില്ല, അത് ശരിയാണല്ലോ. വെറുതെ ഇത് വളർത്തിട്ട് തന്നെ ആവശ്യമുള്ളപ്പോൾ വളർത്തിയാൽ ബാബുവിന് തന്നെ പരിപാടിയില്ല ഇപ്പൊ. അപ്പോഴാണ്. അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാലോ. ചേട്ടാ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഹായ്, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ബിജു പാല. എന്നെ കൂട്ടുകാർ ബിജു മിൽക്ക് എന്ന് വിളിക്കും. പാലിൻ്റെ നിറമില്ലെങ്കിലും പാല് തരുന്ന പശുവിൻ്റെ നിറം ഉണ്ടെന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞാൽ എനിക്കിത് കൂടാതെ വർക്ക്ഷോപ്പ് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിലെ ചില രസകരമായ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എന്നും ഞാൻ രാവിലെ 9 മണിക്ക് കൂടി വർക്ക്ഷോപ്പ് തുറക്കും, തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കും, ഈശ്വര എന്തെങ്കിലും ഒരു ഇര വരണേ. അങ്ങനെ ഞാൻ പറഞ്ഞങ്ങ് തീർന്നില്ല, തൊട്ടടുത്തൊരു വണ്ടി വന്ന് നിർത്തി. ഒരു ചേട്ടൻ കയറി വന്നിട്ട് പറഞ്ഞു എൻ്റെ വണ്ടിക്ക് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്, ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ആ ചേട്ടൻ വണ്ടി കൊണ്ട് കയറ്റിയിട്ടു, എല്ലാം റെഡിയായി. ഞാൻ വണ്ടി ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുമ്പോൾ ചേട്ടൻ പറഞ്ഞു, മോനെ എനിക്കൊരു ടച്ച് ഫോൺ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ടച്ച് ഫോൺ വർക്ക് ചെയ്യാൻ എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് മമ്മൂക്കാടെ ഒരു കൗരവർ സിനിമ ഒന്ന് പ്ലേ ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ ചേട്ടന് കൗരവർ സിനിമ പ്ലേ ചെയ്ത് കൊടുത്തു. പുള്ളി പറഞ്ഞു ഞാൻ മമ്മൂട്ടിയുടെ ഒരു ഫാനാട്ടോ, അതുകൊണ്ട് ആ പടം ചോദിച്ചത്. അപ്പം ഞാൻ ബാക്കി വണ്ടിയുടെ പണികളൊക്കെ തുടർന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു എനിക്ക് മോഹൻലാലിൻ്റെ ഒരു പടം എടുത്തു തരാം, കമലനാള സിനിമ എടുത്തു തരാമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ ഫാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും വണ്ടി പണികളൊക്കെ തുടർന്നു, എല്ലാം റെഡിയായി. വീണ്ടും പുള്ളി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ തിരിച്ചു വന്നു. എന്നിട്ട് ചോദിക്കുക എനിക്ക് കാതര സിനിമ എടുത്തു തരാമെന്ന് ചോദിച്ചു. ഞാൻ ഷക്കീലയുടെ ഫാനാണ്. കുറേ നാളൊക്കെ ശേഷം പുള്ളി വഴി വെച്ച് കണ്ടു ചോദിച്ചു, ചേട്ടാ വണ്ടിയുടെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, ഞാൻ ആ സിനിമ എല്ലാം കണ്ട് തീർത്തു, എൻ്റെ ഇപ്പോൾ വണ്ടിക്ക് കംപ്ലൈൻറ്റും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു നമുക്കൊരു ടൂറ് പോയാലോ. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം കൂടി ടൂർ പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് പോയാലോ ടൂറിനൊരു ഓളം ഉള്ളൂ, കാരണം 2 അടിക്കണ്ടേ കേട്ടോ സാധിച്ചേട്ടാ. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ബിവറേജിൻ്റെ സൈഡിൽ കൊണ്ട് വണ്ടി അങ്ങ് നിർത്തി. കുറേ എല്ലാവരും കൂടി ഷെയറും കിട്ടും, പുറം മേടിച്ച് അടിച്ചേക്കാം. അവിടെ ചെന്നു
ഒരു പയ്യനെ പറഞ്ഞു വിട്ടാ അവരുടെ മേടിച്ചോണ്ട് പോവാ. ഇവൻ പോയേക്കാൾ സ്പീഡിൽ ഓടി തിരിച്ചിങ്ങ് വന്നു. ഇവൻ പറയാ 120 രൂപയ്ക്ക് ഒരു അലർട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ ഒട്ടും പഠിച്ചില്ല, ഒരെണ്ണം പഠിച്ചിട്ട് ഒറ്റ അടിയും കഴിച്ചു. 7 കണ്ണാട്ട് നോക്കി. ഞാൻ പറഞ്ഞു നീ എന്ത് കൂടുതൽ സാധനം മേടിച്ചു പറയാ. ആ ബീറോയിലെ ചേട്ടൻ പറയാ ഒരെണ്ണം അടിച്ചാൽ കണ്ണ് മറിയുന്ന കൂടി സൈറ്റ് വന്നു. അപ്പം ഞങ്ങളിങ്ങനെ ടൂർ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വണ്ടി ഞങ്ങളെ ഓവർടേക്ക് ഞങ്ങൾ പോയി. നമ്മളെ അടിച്ചിട്ട് നിൽക്കുമല്ലേ, എന്നാൽ വണ്ടിയെ പിടിച്ചേക്കാന്ന് വെച്ചു. കുറേ ദൂരം കുറഞ്ഞു കഴിയുമ്പം വലത്തേക്കും വഴിയുണ്ട്, ഇടത്തേക്കും വഴിയുണ്ട്. അപ്പം ഈ ഫ്രണ്ടിൽ പോയി കാറുകാരൻ റൈറ്റിലേക്ക് കൈയും കാണിച്ചു, ഇൻഡിക്കേറ്റർ വിട്ടു. ഞങ്ങൾ തൊട്ട് പറയായിരുന്നു ഓവർടേക്ക്. പുള്ളി പെട്ടെന്ന് ഇട സൈഡിലേക്ക് ഒറ്റ കൈ കാണിച്ച വണ്ടി രണ്ടും കൂട്ടി അങ്ങ് ഇടിച്ചു. ഷോ ഞങ്ങൾക്കും എല്ലാവർക്കും ഫിറ്റല്ലേ, ഞങ്ങളും കുറേ ഓടിച്ചെന്നു. ആ പുള്ളി ഇറങ്ങി വന്നു. ചേട്ടാ എന്ത് പരിപാടി കാണിച്ചത്? അന്നേരം പുള്ളി പറയാ നിങ്ങൾ എൻ്റെ തൊട്ട് പറയില്ലെന്ന്. ഞാൻ പറഞ്ഞു ചേട്ടാ തൊട്ട് പറയ വരണ്ട നമ്മള്. അന്നേരം പുള്ളിക്കാരൻ പറയാ ഞാൻ വലത്തേക്ക് പോകാൻ വേണ്ടി ഇൻഡിക്കേറ്ററും കൈയും കാണിച്ച, ഞാൻ പെട്ടെന്ന് ഓർത്തു എനിക്ക് ഇടത്തേക്കാണ് പോകാൻ വേണ്ടിയെന്ന്. പക്ഷേ ഞാൻ ഇങ്ങനെ വെട്ടിയതും കണ്ടില്ലെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ടൂറൊക്കെ അടിച്ചു പൊളിച്ചു വീട്ടിൻ്റെ അടുക്കാറായി. അപ്പം എൻ്റെ വീടിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറിയൊരു തൊണ്ട, ഈ തൊണ്ടിക്കൂടെ വേണം എനിക്ക് വീട്ടിലേക്ക് നടന്നു പോകാൻ. അപ്പം ഞാൻ കൈ ടോർച്ചൊക്കെ തെളിച്ചിങ്ങനെ പോവാ. നോക്കും വഴിയിലൊരു പാമ്പ് കിടക്കുന്നു. ഞാനും പാമ്പ്, അതും പാമ്പ്. വേറെ ഒന്നും നോക്കിയില്ല, ഒരു വടി എടുത്ത ഒറ്റ അടിയും കഴിച്ചു. അതേ പാമ്പ് ടീം അടി. ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. രാവിലെ നേരം പെടുത്ത് ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പാമ്പ് കൊന്നിട്ടുണ്ട് ഞാൻ, അപ്പം നമുക്കൊന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞു. തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ പറഞ്ഞു ഞാനും വരും കേട്ടാന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ 4 പേരൂടെ നേരെ ഈ തൊണ്ടുവഴി പോവാ. ചെന്ന് 2 പാമ്പ് ചേർത്ത് കിടക്കുക. ഞങ്ങളിങ്ങനെ ആലോചിച്ചു. അവൻ അന്നേരം ചാടി ഫോണൊക്കെ എടുത്തിട്ട് പറഞ്ഞു ചേട്ടാ ഈ ചേട്ടൻ കിടക്കുന്ന പാമ്പില്ലേ, ഈ പാമ്പിനെ അടിക്കാണ്ട് ചേട്ടൻ മറ്റേ പാമ്പിനെ എടുത്ത് അടിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ ഭയങ്കര വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കലും ഞാനിത് വൈറലാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ പറയാ ചേട്ടന് പ്രാക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അതിനെ വേണം പ്രാക്ക് കിട്ടുന്നത് ചേട്ടാ, ഇണ കയറുന്ന പാമ്പിനെ ചേട്ടൻ തല്ലിക്കൊന്നേന്ന്. അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ വീണ്ടും തിരക്കായി. ഞാൻ വന്നു. അപ്പം എൻ്റെ വണ്ടികളെല്ലാം ഒത്തിരി നിറഞ്ഞു കിടക്കുന്നുണ്ട്, പണിക്കാരെല്ലാം കൂട്ടേണ്ടി വന്നു. അപ്പം ഞാൻ ഈ വർക്ക്ഷോപ്പിലെ സമയം ഒന്ന് മാറ്റി. രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ ആക്കി. വീട്ടിൽ ഭയങ്കര വിഷയം. വൈഫിനെ മാത്രം കാണുന്നുണ്ട്, മക്കളെയും കാണുന്നില്ല, കാരണവന്മാരും കാണുന്നില്ല. അങ്ങനെ കുറേ നാളായി. ഞങ്ങൾക്ക് പാലക്കാർക്കൊരു പ്രത്യേകമുണ്ട്, ഞായറാഴ്ച ദിവസം ഇച്ചിരി ഇറച്ചിയും മേടിക്കും, കപ്പയും മേടിക്കും, ഇത് കൂട്ടണ്ടോ മേടിക്കുകയും ചെയ്യും. ഞായറാഴ്ച ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുക. അപ്പം ഞാനവിടെ ഫോണിലൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നു. എൻ്റെ മക്കളുടെ കൂടെ കുറേ പിള്ളേർ കിടന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. കളിച്ചോട്ടം വേണ്ടി ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമല്ലേ, കളിച്ചോട്ടം എന്ന് പറഞ്ഞു. വീണ്ടും നമ്മുടെ പയ്യൻ വന്ന് എന്നെ വന്ന് ഒളിഞ്ഞു നോക്കി. ഇതെന്നാ കാര്യം എന്ന് ചോദിച്ചു. അപ്പം വീണ്ടും വന്നിട്ട് ഒന്നുകൂടെ ഒളിഞ്ഞു നോക്കിയിട്ട് അങ്ങ് പോയി. കുറേ കഴിയുമ്പം വീണ്ടും വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പോയി. ഇതെന്നാ കാര്യം ഇവൻ ഒളിഞ്ഞു നോക്കുന്നത്, നമ്മുടെ മാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോൾ ഇവൻ പയ്യെ അടുക്കളയിൽ പോയി അമ്മയെ വിളിച്ചോണ്ട് വരിക. നമ്മുടെ വീട്ടിൽ ഇറച്ചി മുടക്കി ചേട്ടനാണ് വീട്ടിൽ നിന്ന് പത്രം വായിക്കുന്നുണ്ടെന്ന്. ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ ഒരു പാച്ച് വർക്കനുണ്ട്. പുള്ളിക്കാരൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈസായിട്ട് തോക്കൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇതെങ്ങനെയോ ഉദ്യോഗസ്ഥർ അറിഞ്ഞു, അദ്ദേഹത്തെ തപ്പി വർക്ക്ഷോപ്പിൽ ആൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഞാൻ തോക്കുണ്ടാക്കുന്ന ഒരാളല്ല. ഞാൻ പുള്ളി പറഞ്ഞു എനിക്ക് വണ്ടി പാച്ച് വർക്ക് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ, അപ്പം ഞാൻ തോക്കുണ്ടാക്കില്ല എന്ന് പറഞ്ഞു. പോലീസുകാരെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നു. ഒരു 10,000 രൂപ എടുത്തങ്ങ് വെച്ചു. പുള്ളി ആ പൈസയിലോട്ട് നോക്കി, ആ തോക്കയിലോട്ട് നോക്കി. ഞാൻ തോക്കുണ്ടാക്കില്ല, എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വണ്ടിപ്പണി മാത്രമേ ഉള്ളൂ. കാറ് വേണം, കാറോ ജീപ്പോ എന്തുള്ളൂ ഞാൻ പണി തരാം, പക്ഷേ തോക്ക് നിൽക്കണ്ട എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അടുത്ത 10,000 എടുത്തങ്ങ് വെച്ചു. പുള്ളി ആ പൈസയിലും നോക്കി, തോക്കയിലോട്ടും നോക്കി. ഒരു രക്ഷയില്ല, ഇവർ പോകുന്നുമില്ല. അപ്പം ഞങ്ങളെല്ലാം ഞെട്ടിത്തിരിച്ച് നിൽക്കുക. പുള്ളി നോക്കി ആലോചിച്ചു. വീണ്ടും പാൻസിൻ്റെ പകരം 10,000 എടുത്ത് വെച്ചു. അങ്ങനെ 30,000 രൂപ എടുത്തങ്ങ് വെച്ചു. പുള്ളി ഒന്നും നോക്കിയില്ല. സാറേ ആ തോക്കയിൽ ഈഗിളിന്ന് പേരുണ്ടെങ്കിൽ അത് ഞാനുണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞു. ഒരൊറ്റ ഏറായിരുന്നു. പിന്നെ ഇതുവരെ ആ പാച്ചനെ ഇവിടെ കണ്ടിട്ടില്ല. അപ്പം ഈ വർക്ക്ഷോപ്പിലെ കഥ രചിച്ച നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. പാല നല്ല പെർഫോമൻസ് ആയിരുന്നു, വളരെ നന്നായിരുന്നു. നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം. നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഈ തോക്കുണ്ടാക്കുന്ന ആളുടെ കാര്യം പറഞ്ഞില്ലേ, ചില ആൾക്കാർ അങ്ങനെ പെടും. എനിക്കറിയാവുന്ന ഒരു സ്ഥലത്തൊരു കക്ഷി ഇതുപോലെ വാറ്റുകാരായം ഉണ്ടാക്കി വിറ്റ് ഗവൺമെന്റ് ജോലിയുള്ളൂ. അപ്പൊ വിൽക്കരുത്. ഈ കൊറോണ വന്ന സമയത്ത് ഭയങ്കര ഷോർട്ടല്ലായിരുന്നു ഇതിന്. എക്സൈസുകാർ പിടിക്കാൻ വന്നപ്പോൾ നോർമൽ ഡ്രസ്സിലാണ് വന്നത്. അപ്പോൾ നീ വാറ്റുണ്ടോ ഇവിടെ സാധനം വാറ്റുണ്ടാന്ന് വെച്ചാൽ പുള്ളി പറയും എൻ്റെ കുറച്ച് ഞാൻ തരില്ല കേട്ടോ, വേറെ എവിടെ കിട്ടും മേടിച്ചോളാൻ. അങ്ങനെ അന്ന് പിടിച്ചിട്ട് പോയതാ. അപ്പൊ അതുപോലെ ഇതൊരു അബദ്ധത്തിൽ പെടണമല്ല, അതും നന്നായിരുന്നു. ബാക്കി വർക്ക്ഷോപ്പിലെ ഫുൾ അനുഭവമായി സംഭവം പറഞ്ഞ ശരിക്കും വർക്ക്ഷോപ്പ് തന്നെയാണല്ലേ. ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്. ഒറിജിനൽ നടന്ന സംഭവം അല്ല, പക്ഷേ ഈ ക്യാരക്ടർ ഒറിജിനൽ അല്ലേ? പറഞ്ഞപ്പോൾ മനസ്സിലായത്. ഇപ്പൊ എന്തായാലും അത് പിന്നെ ടൂർ പോയിട്ട് വെള്ളാടിയിലേക്ക് കയറി, അവിടെ തിരിച്ചു തന്നെ വീട്ടിൽ വന്ന് ഇറങ്ങി പാമ്പിലേക്ക് കയറി, അവിടെ തിരിച്ചു വർക്ക്ഷോപ്പിൽ വന്ന് എല്ലാം നല്ല രീതിയിൽ പോയിട്ടോ. ഓക്കെ, മറ്റേ പാമ്പിനെ എടുത്തിട്ട് ഈ പാമ്പിനെ അടിച്ചു പോകുന്നതെന്ന് പറഞ്ഞത് ഓക്കെ. ഒന്ന് അറിഞ്ഞു വെച്ചോണ്ട് പിടിക്കുന്നത്, രണ്ടാമത് അറിയാതെ പിടിക്കപ്പെടുന്നവരുണ്ട്. അങ്ങനെ അറിയാതെ പിടിക്കപ്പെട്ട എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരന്റെ കഥയാണ് ഞാൻ മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന പടത്തിനകത്ത്
വീട്ടിൽ അന്വേഷിച്ചു വന്നപ്പോ അമ്മ എടുത്ത് പാമ്പിനെ പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ കാണിച്ചിട്ടില്ലേ, അത് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യമില്ലാണ്ട് ചില ആൾക്കാർ നമുക്ക് വേണ്ട തെളിവ് സഹിതം എല്ലാം കൂടെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പിടിക്കപ്പെടും. നിങ്ങളുടെ പെർഫോമൻസ് വളരെ രസമായിരുന്നു. 1-2 തമാശകൾ, പാമ്പിനെ തല്ലിയതും വേറെ 1-2 തമാശകളും വളരെ ഗംഭീരമായിരുന്നു കേട്ടാ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. സാജു, നമ്മൾ തുടക്കത്തില് പാഷാണ ഷാജിയെ പറ്റി പറഞ്ഞു. ചില ആക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട്, ഞാൻ ആ കഥാപാത്രം ചെയ്തിട്ട് ആ കഥാപാത്രം എന്നിൽ നിന്ന് വിട്ടുപോകാൻ കുറെ നാളെടുത്തു. ചിലർ പറയാറുണ്ട്, ഞാൻ ആ കഥാപാത്രമായി മാറാൻ താമസം എടുത്തു എന്നൊക്കെ പറയും. ഈ നമ്മളുടെ വ്യക്തിയും ക്യാരക്ടേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുമല്ലോ. ഈ പാഷാണ ഷാജി ചെയ്തുകൊണ്ട് സാജുവിന് കിട്ടിയ ഗുണം എന്താണ്? അല്ല, ഇപ്പൊ ഇത്ര നാൾ ഇവര് പറഞ്ഞ അവർക്ക് മാറാൻ സമയം എടുത്ത് കുറെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ലത്. ഞാൻ ആ ക്യാരക്ടർ ചെയ്തതിനു ശേഷം എനിക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാമോ? ഒരുത്തന് ഉടായ്പ കാണിച്ചാ സ്പോട്ടിൽ എനിക്ക് അറിയാൻ പറ്റും. അതൊരു പ്രത്യേകമായിട്ട് കിട്ടിയ കഴിവാണ്. ഒരാൾ ഉടായ്പുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഞാൻ ഞാൻ പോയിരുന്നു. അതെ, പുതിയൊരു പടം സിനിമ തന്നെ. സിനിമയിലെ നമ്മള് പാസിംഗ് ഉണ്ടല്ലോ, പാസിംഗ് ഷോട്ടിന് വേണ്ടിയുള്ള ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓഡീഷന് പോയി. അത് അങ്ങനെ ചെന്ന സമയത്ത് 10,000 പേരുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ എല്ലാവരോടും കൂട്ടിയിരുത്തി ഒറ്റ ഓടിക്കലാണ് നടന്ന് ഓടാൻ പറഞ്ഞു ഡയറക്ടർ. അങ്ങനെ ഞങ്ങൾ അപ്പം ഞാൻ മാത്രം ഓടിയില്ല, ഞാനവിടെ നിന്ന്. അപ്പോൾ ബാക്കി എല്ലാവരും ഓടി. അപ്പോൾ ഞാൻ മെല്ലെ ഡയറക്ടറുടെ അടുത്തേക്ക് എന്നിട്ട് ഞാൻ ചോദിച്ചു, സാർ അതേ ഓടണ എന്ത് സിറ്റുവേഷനാണ് അത് ഓട്ടത്തിൻ്റെ, അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ആ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് നിങ്ങളുടെ ഒരു ശത്രു, ഈ ഓടുന്ന ആൾക്കാരുടെ ഒരു ശത്രു മരിച്ചൊക്കെയാണ്, അപ്പോൾ അത് ഉൾക്കൊണ്ടിട്ട് ഇവർ ഓടുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം എൻ്റെ കയ്യിൽ നിന്നൊരു സാധനം കൂടി എക്സ്ട്രാ ഇട്ടേക്കാം, മറ്റവർ ചെയ്യണേക്കാൾ എന്നുള്ള രീതിയിൽ ഞാൻ എന്ന് വെച്ചാൽ ഈ ഓട്ടത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ ശത്രു മരിച്ചതിലുള്ളൊരു സന്തോഷവും ഇനി എനിക്ക് ആ ശത്രു എനിക്കില്ലല്ലോ എന്നുള്ളൊരു ദുഃഖവും കാണിച്ചുകൊണ്ട് ഞാൻ ഓടി. അപ്പോൾ അത് ആദ്യം നമ്മൾ സന്തോഷത്തിലോടെയിരുന്നു, അന്നേരം സന്തോഷത്തിൽ സങ്കടത്തിലുള്ളത് അങ്ങനെ ഞാൻ ഓടി വന്ന് ഇത് പുള്ളി കണ്ടുവയ്ക്കണോ, ഡയറക്ടർ കണ്ടുവയ്ക്കണോടാ. അപ്പോൾ ആ സമയത്ത് ഡയറക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഡയലോഗ് തന്നാൽ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത്യാവശ്യം ഡയലോഗ് ചെയ്യും, ഞാൻ അത്യാവശ്യം കഴിവുള്ള ആളാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു, ആ ശരി, അപ്പോൾ ഒരു ഡയലോഗ് തരാം. ഡയലോഗ് ഇതാണ്, നമ്മൾ ശവം എപ്പോഴാണ് എടുക്കണേ, ബോഡി എപ്പോഴാണ് എടുക്കണേ എന്നുള്ള സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞാൻ ചെയ്യാം. ബാക്കി എല്ലാവരും അവിടെ പറഞ്ഞത് നോർമലായിട്ട്, ഈ 1000 പേര് നോർമലായിട്ട് പറഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഞാനൊരു ട്രിക്ക് അവിടെ വീണ്ടും ഞാനൊരു സാധനം ചെയ്യാറ്, ഇതുവരെയും വരാത്തൊരു പാറ്റേൺ എനിക്കവിടെ പിന്തുടർന്ന് പോകണമെന്നുണ്ടായി. ഞാൻ എനിക്ക് കിട്ടിയ ഡയലോഗ് വെച്ചിട്ട് ഞാൻ നമ്മുടെ ഹിന്ദോള രാഗത്തിൽ അഷ്ടമിച്ചിറ ജതി വെച്ചിട്ട് ഒരു സംഭവം പാടി. അപ്പോൾ ഞാൻ സംഭവം എപ്പോഴാ ബോഡി എടുക്കണേ, ഇത് കേട്ട ഉടനെ തന്നെ പുള്ളി അത്ഭുതമായി ഇപ്പോൾ ഇവിടെ നിന്ന്. ഡയറക്ടർ എൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറയാണ്, അതായത് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, സംഗീതം പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്യാവശ്യമൊക്കെ ആയിട്ട് ഞാനൊരു 10-35 കൊല്ലം സംഗീതം പഠിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിക്കൂടെ എന്ന് ചോദിച്ചു. പാസിംഗ് ഷോട്ടിന് വന്നതാണ് മ്യൂസിക് ഡയറക്ടറായി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നേരെ സ്റ്റുഡിയോയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ദാസേട്ടനും MG അണ്ണനും വന്ന് നിൽപ്പുണ്ട് സ്റ്റുഡിയോയിൽ. അപ്പോൾ എൻ്റെ പാട്ടെന്ന് പറയുന്നത് അറിയാലോ, എല്ലാത്തിനും പുതുമയാണ്, കാരണം ഞാൻ ടഫ് സാധനങ്ങൾ ഇട്ട് കൊടുത്ത്. അപ്പോൾ അവിടെ ഇവർ ദാസേട്ടനും MG ഒക്കെ മുൾമുനയിൽ നിൽക്കുക, കാരണം എൻ്റെ സോങ്ങിൻ്റെ കട്ടുണ്ട്. ദാസേട്ടനൊക്കെ വിറക്കുക. MG അണ്ണനോട് ഞാൻ പാടുമെന്ന് ചോദിച്ചപ്പോൾ MG അണ്ണൻ നേരെ, ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങാട് പോണ വഴിക്ക് അവിടെ ഇരുന്നൊരു ഫ്ലവറിൻ്റെ ഒരു ചട്ടിയിൽ വെച്ചിരുന്നത്, ഈ ഫ്ലവർ തട്ടിപ്പുള്ളി താഴെയിട്ടുണ്ട്, അവൾ പോയി കളഞ്ഞു. പിന്നെ ഞാൻ പുള്ളിനെ കാണുന്നത് പറയാം നേടാന്ന് പറഞ്ഞ അമൃതയിലെ പരിപാടിയാണ്. അപ്പോൾ ഈ ഫ്ലവർ തട്ടിമറിച്ചിട്ടില്ലടാ, ഞാൻ ഫ്ലവർ തട്ടി താഴെയിട്ടില്ല. അപ്പോൾ ഈ ഫ്ലവർ ചട്ടി ഞാൻ നേരെ എടുത്തിട്ട് ആ ഇരുന്ന കറക്റ്റ് ഡയറക്ഷനിൽ ഞാനവിടെ സെറ്റ് ചെയ്യണത്. ഈ ഡയറക്ഷൻ കണ്ടപ്പോഴേക്കും പ്രൊഡ്യൂസർ ഇതൊക്കെ കണ്ടിട്ട് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കണം, ഇപ്പം ഇതൊരു ഡയറക്ഷനിൽ വെച്ചില്ലേ, അങ്ങനെയാണെങ്കിൽ ഈ സിനിമ ഒന്ന് ഡയറക്റ്റ് ചെയ്തൂടെ? ശരിക്കും ഞാൻ പാസിംഗ് ഷോട്ടിന് വന്നതാണേ, അതിന് ഓർക്കണം ഡയറക്ടറോട്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു പാസിംഗ് ഷോട്ട് തന്നൊരു ഡയറക്ടർ, പിന്നെ ആണെങ്കിൽ എനിക്ക് ആദ്യം ഒരു ഡയലോഗ് തന്ന ഡയറക്ടർ, എന്നെ ഓടിച്ച ഡയറക്ടർ ഇവിടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ പുള്ളിയുടെ ഒരു അവസരം നമ്മൾ ഒരിക്കലും തട്ടിയെടുക്കുന്നത് ശരിയല്ല. കാരണം അത് നമ്മുടെ മനസ്സിന് നിരക്കാത്തതാണ്, അതൊരു ശാപം കിട്ടുന്നൊരു പരിപാടിയാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എൻ്റെ ഒരു
നിയമം അനുസരിച്ച് ഞാൻ എന്തെന്ന് വെച്ചാൽ ഈ ശാപം അങ്ങോട്ട് ഏറ്റെടുത്തു. ഞാൻ ഇതിൻ്റെ ഡയറക്ടറായി. ശാപം വഴിപോട്ടെ, അതിൻ്റെ ഡയറക്ടറായി ഞാൻ. അപ്പോൾ ഡയറക്ടറായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പ്രൊഡ്യൂസറൊക്കെ റെഡിയാണ്. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ എനിക്കൊരു എന്താണെന്ന് പറയുക, ഒരു നടന് കിട്ടണം. അത്യാവശ്യം ഹൈറ്റ് വേണം, നല്ലൊരു ഹൈറ്റ് വേണം, മുടിയൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു ഹൈറ്റുള്ള നടന് കിട്ടണം. ഈ നടൻ ഹൈറ്റ് കൂട്ടി എന്താണെന്നാ, അല്ല ഹൈറ്റ് കൂട്ടി എന്ന് പറഞ്ഞാലേ നമ്മുടെ ഈ നടൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു 5-6 തവണ വീട്ടിലേക്ക് വരുന്ന സീനുണ്ട്. അപ്പോൾ ഈ സീനിലൊക്കെ വരുമ്പോൾ ഈ നമ്മുടെ കട്ടളപ്പടിയിൽ പുള്ളിയുടെ തലയിടിക്കണം. അപ്പോൾ ഹൈറ്റ് വേണം. ഇല്ലില്ല, നമ്മൾ മെയിൻ നടന്മാരൊന്നും എടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് കോമഡി ചെയ്യുന്നതും പിന്നെ കുറച്ച് സിനിമയിലൊക്കെ വേണം. എന്ന് വെച്ചാൽ ഹ്യൂമർ ആയിരിക്കണത്, ഹ്യൂമർ ചെയ്യുന്ന ഒരാളായിരിക്കണം എപ്പോഴും ചെയ്യേണ്ടത്. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഡാൻസ് മേഖലകൾ വരുന്നുണ്ട്. അപ്പോൾ ഡാൻസും അത്യാവശ്യമൊക്കെ ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവണം. പിന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു എളിമ വേണോടാ, അല്ലെങ്കിൽ എളിമ വേണം നമ്മളോടൊക്കെ നിൽക്കാനൊരു എളിമയിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം. അതെ അതെ അതെ, അങ്ങനെ വേണം. അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും അതൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു നിഷ്കളങ്കൻ, അതെ അതെ, അങ്ങനത്തെ ഒരു ഫിഗറുള്ള ഒരാളായിരിക്കണം. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കണത്. വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്. എന്നോട് ഇത്ര നേരം പറഞ്ഞിട്ട് വെള്ളം കിട്ടാണ്ട് ഇവിടെ നിന്ന് ഇവിടെ വെള്ളം കിട്ടാൻ എനിക്ക് വെള്ളം. ഓക്കെ. എന്തോ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് കൃത്യമായ ഒരാളെ ഞാൻ എടുക്കുള്ളൂ എന്തൊക്കെയായാലും. ഇപ്പുറത്തെ സൈഡ് ബാക്ക് സെൻറ്ററായിട്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞതാ. ശരി, അതെ അതെ, കൃത്യം, അതെ. സാജു, അയ്യോ ഞാനേ ഒരു പടത്തിന്റെ ഒരു സംഭവം റെഡി ആയിട്ടിരിക്കുകയാണ്. സാജുവായിട്ടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. വന്നിട്ടൊരു സാധനം നന്നായി ഇവിടെ വെച്ച് എനിക്കേ. അപ്പൊ ഇതിന്റെ ഒരു ഫിലിം ഓക്കെയാണ്. അപ്പൊ ഞാൻ എന്റെ ഡയറക്ഷൻ സംഭവത്തിലിട്ട് കിടന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ അത്യാവശ്യമായിട്ട് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ട് ഒന്ന് കോഴിക്കോട് വരെ പോയിട്ട് വരണം. കോഴിക്കോട് പോകണം. അല്ല, ഒരു ടീമിനെ കാണാനുണ്ട് എനിക്ക് അവിടെ. മറ്റ് കൊറിയോഗ്രാഫി സംഭവം, ഡാൻസ്, ഞാൻ പറയില്ല, ഡാൻസ് ഒക്കെ ഉള്ള സംഭവങ്ങളാണ്. അപ്പൊ അതിനുവേണ്ടി കോഴിക്കോട് വേണം. അയ്യോ, 500 രൂപ വേണമല്ലോ അവിടെ പോകാനായിട്ട്. ഇപ്പൊ ചോദിക്കാനായിട്ട് ഇപ്പൊ ഹരിനോട് ചോദിച്ചാല് ചെമരുമ്പോ ചായർത്തി പിടിക്കും ചിലപ്പോ. ഡെയിലി 500 രൂപ വേണം. അല്ല, ഞാൻ ആരും മേടിക്കപ്പോ 500 രൂപ ഞാൻ തരാം. അല്ല, സാജുവിനോടൊക്കെ പേയ്മെന്റ് വരുമ്പോഴത്തേക്ക് അത് ഇട്ടാ നിന്റെ കൂടെ. എന്നാലും സാജു അത് ഇല്ല, എന്നാ കുഴപ്പമില്ല, നീ നിർബന്ധിച്ചിരിക്കുന്നു. അപ്പൊ ഓക്കെ, ഞാൻ കോഴിക്കോട് നിന്ന് വരുമ്പോ ഞാൻ വിളിച്ചിട്ട് ഫ്രീ ആണല്ലോ. ഓക്കെ, എന്നാ വെള്ളം ഇല്ല, വേണ്ട. ഉഷാരടി, ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നാൽ ക്യാരക്ടറിന് വരില്ല. സിനിമയിൽ ഇതുപോലത്തെ ചെറിയ ഉടായ്പൊക്കെ നമ്മളും കാണിക്കണം, മനസ്സിലായ? എന്നാലേ വേഷം കിട്ടുള്ളൂ. മനസ്സിലാവും. എന്താണ് നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചു? നിങ്ങൾ കാരണം 2000 രൂപ എനിക്ക് പോയി. ഞാൻ കാരണം എങ്ങനെ 2000 രൂപ പോയിന്ന്? ചേട്ടനെ വിശ്വസിച്ചാണ് ഞാൻ ആ കേസുമാവനോട് ബെറ്റ് വെച്ചത്, അറിയോ? എന്ത് ബെറ്റ് വെച്ചു? സാജു ചേട്ടനെ പറ്റിച്ച് 500 രൂപ മേടിക്കുവാണെങ്കിൽ 2000 രൂപ ഞാൻ കൊടുത്തേക്കാന്ന് ബെറ്റ് വെച്ചു. പുള്ളി അദ്ദേഹത്തെ പറ്റുകയും ചെയ്തു, 500 രൂപ കൊണ്ട് വരികയും ചെയ്തു. എന്റെ 2000 രൂപ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അതെ, പുള്ളിക്ക് ഉഡായിപ്പുകളെ കണ്ടാൽ മനസ്സിലാക്കാനുള്ളൊരു സിദ്ധി മറ്റേ ക്യാരക്ടർ ഇത് കിട്ടിയിട്ടുണ്ട്. അതിന്റെ വേറൊരു ക്യാരക്ടർ കിട്ടുകയും ചെയ്യും പുള്ളിയുടെ പടത്തിനകത്ത്. അതെ, എനിക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പുള്ളി കൊടുത്തതേ മോദി നിരോധിച്ച പഴയ 500-ന്റെ നോട്ടാ. Once Upon a Time version 2.0 അടുത്തതായി എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ആണ്. മിമിക്രി വേദികളിൽ മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്ന, അഭിനയ രംഗത്ത് സ്ഥാനമുറപ്പിച്ച, അതുപോലെ തന്നെ ടെലിവിഷൻ പ്രോഗ്രാമുകളിലൊക്കെ തിളക്കമാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന അനുഗ്രഹീത കലാകാരൻ, മഹാരസികൻ, നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ കണ്ണൻ സാഗർ. ചേട്ടാ, സുഖമല്ലേ? പതിവിലും യങ് ഹാൻഡ്സം ആയിരിക്കുന്നു. പതിവിലും യങ് പണ്ടേ കണ്ണൻ ചേട്ടനെ കാണുന്ന കാലം തൊട്ട് ഇടക്കാലത്ത് ഒരു ഇച്ചിരി മുടിയൊക്കെ കയറ്റി ഒന്ന് വന്നിരുന്നു. അത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. എത്ര വർഷമായിട്ട് അല്ലേ നമ്മൾ കണ്ടിട്ട്? എത്രയോ വർഷം, ആ വർഷം അതേപോലെ ഒരു മാറ്റമില്ല. എവർഗ്രീൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കണ്ണൻ ചേട്ടൻ ഈ ഹരിശ്രീ കലാഭവൻ എന്നൊക്കെ പറയുന്ന ട്രൂപ്പുകൾ എറണാകുളത്ത് ഇങ്ങനെ കൊട്ടിക്കുത്തി വാഴുന്ന സമയത്ത് ഇതിനൊക്കെ ഒപ്പത്തിനൊപ്പമോ കൂടുതലോ ഒക്കെ ആയിട്ട് വന്നൊരു ട്രൂപ്പാണ് സാഗർ എന്ന് പറയുന്ന ട്രൂപ്പ്. അബിക
തുടങ്ങിയ ട്രൂപ്പാണ്. അതെ, അതിനു മുമ്പ് ജോക്സിന്റെ ആയിരുന്നു. റഹ്മാനിക്കയുടെ ജോക്സിന്റെ വന്നു തുടക്കം വരുന്നത്. അത് കഴിഞ്ഞ് അബിക്കയുടെ കൂടെ സാഗർ എന്ന് പറയുന്ന ട്രൂപ്പിൽ വന്നു, കൊച്ചിൻ സാഗറിൽ വന്നു. അതിലേക്ക് കണ്ണൻ ചേട്ടന്റെ അന്നത്തെ സ്റ്റേജ് പരിപാടിയൊക്കെ കണ്ട വയറ് പൊത്തി ആൾക്കാർ ചിരിച്ച് 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 പിടിപിട്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവേ ഷൺമുഖനിലല്ലേ അവേ ഷൺമുഖൻ എന്നൊക്കെ പറയുന്ന ഷോ കളിക്കുമ്പോൾ കണ്ണഞ്ചന്റെ പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷ. ഇപ്പോഴും പെർഫോമൻസിന് ഒരു മാറ്റവും ഇല്ല. ഇഷ്ടംപോലെ പടങ്ങള്, ചാർലി ഉൾപ്പെടെ ഒരുപാട് സിനിമകളിൽ ഗംഭീര, ചാർലി ഉദാഹരണം, സുജാത, ഒരുപാട് സിനിമകളിൽ ഗംഭീര വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് കണ്ണൻ ചേട്ടൻ. ഇപ്പൊ എന്തൊക്കെയുണ്ട് കണ്ണൻ ചേട്ടാ പുതിയ വിശേഷങ്ങള്? പുതിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഈയിടെ ഒരു ചെറിയ സിനിമ, ചെറുതായ വലിയൊരു സിനിമ ചെയ്തു. നമ്മുടെ സലീം അഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രം. അപർണ ബാലമുരളിയും പിന്നെ നീരജും മാധവ് അതൊക്കെ ഉള്ളൊരു പടം, സുന്ദരി ഗാർഡൻസ് എന്ന് പറയുന്ന പടം. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ചാർലി ഡേവിസ് ഡയറക്ഷൻ ചെയ്ത വലിയ വേഷമല്ലേ അതിനകത്തൊരു പ്യൂണായിട്ടാ. വലിയ വേഷം എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഗംഭീര വാർത്തകളാണ് കേൾക്കുന്നത്. ഒരു ഉഗ്രം കഥയുണ്ട് കണ്ണഞ്ചാന്റെ. അതായത് ടൈമിങ് കൊണ്ടുള്ള ചിരി എന്ന് പറയുന്നത് അവേ ഷൺമുഖൻ എന്ന് പറയുന്ന സിനിമ ആ ഷോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ജാഫർക്കും കണ്ണൻ ചേട്ടനും തമ്മിൽ കണ്ണൻ ചേട്ടനെ മെയിൻ, ജാഫർക്ക് കണ്ണൻ ചേട്ടൻ കഴിഞ്ഞിട്ടാ അവേ ഷൺമുഖനില് അത്ര മെയിൻ കളിക്കാരനാണ് കണ്ണൻ ചേട്ടൻ. അതിനൊരു വലിയ ടൈമിംഗ് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ലൊക്കേഷനില് കണ്ണൻ ചേട്ടൻ എന്തായിരുന്നു അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കണ്ണഞ്ചേട്ടനാണ് ഡയറക്ടർ. ഈ ഷഡ്ഡി തലയിൽ കൂടെ കയറി പോകുന്നത് സ്ഥലം അപ്പിയറൻസ് എന്ന് പറയുന്നത് ബാക്കിൽ ഇതൊക്കെ തലമുണയൊക്കെ വെച്ച് എല്ലാം വെച്ചിട്ട് ഒരാളാണ് ഇങ്ങനെ വരുന്നത്. അപ്പോ ഈ കോസ്റ്റ്യൂമറോ ആരോ ഏതോ ഇടി സീനിലോ നീന്തുന്ന സീനിലോ എങ്ങാണ്ട് ഇടാനായിട്ടൊരു ഷഡ്ഡി കൊണ്ടുവരും. അപ്പൊ കണ്ണഞ്ചേട്ടൻ ഡയറക്ടർ വേറെന്തോ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇയാൾ ഈ ഷഡ്ഡിയും കൊണ്ട് ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ വന്ന് അതേ എന്ന് പറഞ്ഞാൽ തിരിയുമ്പോഴത്തേക്ക് ഇത് കണ്ണഞ്ചേട്ടന്റെ തലയിലായി പോകും. കണ്ണഞ്ചേട്ടൻ അതുകൊണ്ട് പോകും. ഇയാൾ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ ഒരു ടൈമിങ് ഭയങ്കര രസമാണ്. ഉത്സവപ്പറമ്പ് ഒറ്റയടിക്ക് ചിരിക്കുമായിരുന്നു. അപ്പൊ ഇത് ഷോ, ഇന്ന് ഷോ, നാളെ ഷോ, മറ്റന്നാളെ ഷോ, ഇങ്ങനെ എല്ലാ ദിവസവും ഷോ ആയിട്ട് ഈ ഷഡ്ഡി മുഷിഞ്ഞു. ഇത് മുഷിഞ്ഞപ്പോ അത് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഇത് കഴുകാൻ വീട്ടിലെടുത്തോണ്ട് പോയിട്ട് പിറ്റേ ദിവസം ഷോ ആക്കിയാ വന്ന് ഷോ തുടങ്ങി. സ്കിറ്റ് ആവാറായപ്പോഴാണ് ഇയാൾ ഈ ഷഡ്ഡി എടുക്കാൻ മറന്നു. കണ്ണഞ്ചേട്ടൻ സ്റ്റേജിൽ കയറി സ്കിറ്റ് തുടങ്ങി. ഈ ആർട്ടിസ്റ്റ് ഷഡ്ഡി വേണം, അയ്യോ നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അഭിക്ക് വഴക്കുറ, എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ട് എന്ത് ചെയ്യണമെന്നോർത്ത് ഒരു രക്ഷയില്ല. ഇവര് ഷഡ്ഡിക്ക് വേണ്ടി ഒരു അന്വേഷണം തുടങ്ങി. സ്റ്റേജിൽ സ്കിറ്റ് നടക്കുന്നു, ബാക്കിൽ ഷഡ്ഡിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു. അപ്പോഴാണ് ലൈറ്റ് വർക്ക് ചെയ്യുന്ന ചേട്ടൻ മുണ്ടെടുത്തോണ്ടാ വന്നേക്കുന്നത്. പിന്നെ സ്റ്റേജിൽ ഈ സ്കിറ്റ് നടക്കുകയാണ്. സ്കിറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഈ ആർട്ടിസ്റ്റും കണ്ണൻ ചേട്ടനുമായിട്ട് അവിടെ കിടന്ന് ഭയങ്കര എന്തൊക്കെയോ വഴക്ക് കിടക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്യാവോ, ഇല്ലെങ്കിൽ അത് പറ്റുമോ എന്നൊക്കെ ചോദിച്ച് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓപ്പറേറ്റർ ഇട്ടിരുന്നത് ഊരിയിട്ട് കണ്ണൻ ചേട്ടന്റെ തലയെ കൊണ്ട് ഇട്ട് കൊടുത്തു വന്ന്. അത് ഇടിച്ച ആളാരെന്നറിയോ? അജിത്ത് കുട്ടാത്തോളം ഇപ്പോഴത്തെ ദൃശ്യം എന്ന് പറയുന്ന ദൃശ്യം 2-നകത്ത് ആ സാക്ഷി പറയുന്ന ആളില്ലേ, അജിത്ത് കൂത്താട്ടുകളോ. എനിക്ക് കണ്ണഞ്ചേട്ടൻ അങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടത് ഞങ്ങളൊരു 3 വർഷം ഞാൻ അവേഷണം അതൊക്കെ കണ്ടപ്പോൾ കണ്ണഞ്ചേട്ടനെ കാണാൻ വേണ്ടി തന്നെ പോണതാ. അത് വല്ലാത്തൊരു ഷെയ്പ്പാണ് ഇത്. അതൊന്നും പകല് നമ്മൾ പുറത്ത് കൊടുത്ത കാക്ക കൊത്തി കൊല്ലൂന, അങ്ങനത്തെ ഒരു അവസ്ഥ മുടിയൊക്കെ ആയിട്ട്. അപ്പൊ ചേട്ടനെ കണ്ടാണ് ഞാനൊക്കെ വന്നത്. ആ ചേട്ടൻ്റെ കൂടെ എനിക്ക് ഒരു 3 വർഷം നമ്മൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ ഒരാളോട് കൊച്ചിൻ നവോദയയിൽ ഒരാളോടൊന്നും മോശമായിട്ട് പറയുകയോ വഴക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ല. ചേട്ടൻ എന്ന് വിളിക്കുന്നത് ഇപ്പോഴും പൂർണ്ണ മനസ്സോടുകൂടി ചേട്ടാന്ന് വിളിക്കുന്നത്. എത്ര വർഷമായി കണ്ണൻ ചേട്ടാ ഫീൽഡില്? ഞാനൊരു 35 വർഷം ആയി ഫീൽഡിൽ. 35 വർഷമായി കോമഡി പരിപാടി. ആദ്യം ഏത് ട്രൂപ്പിലായിരുന്നു? ആദ്യം ഞാനും ജാഫറും ഒക്കെ കോട്ടയത്തൊരു സിക്സർ എന്ന് പറഞ്ഞ മിക്സ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് തുടക്കം മിമിക്രിയിൽ. അല്ലാതെ ഒറ്റയ്ക്കുള്ള ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അതിനകത്ത് ഈ ജാഫർക്കും കണ്ണൻ ചേട്ടനൊക്കെ അന്ന് മിമിക്രിയിൽ ഇല്ലാത്ത ചില ശൈലികളൊക്കെ ഉണ്ടായിരുന്നു സ്കിറ്റ് കളിക്കുന്നതിനകത്തൊക്കെ. എനിക്ക് തോന്നുന്നു കണ്ണൻ ചേട്ടനാണ് അതിന്റെ ഒരു തുടക്കക്കാരൻ. അതായത് ചില സാധനങ്ങൾ ഈ മുക്കലും മുരളിലും ഒക്കെ ഉണ്ടല്ലോ. അത് 3 പേർക്കുണ്ട്. കണ്ണൻ ചേട്ടനും അജിത്ത് കൂത്താട്ടോളം ഇവരൊക്കെ അങ്ങനത്തെ ഒരു ചെറിയ ഇറക്കുണ്ട്. കണ്ണൻ ചേട്ടൻ എന്തൊരു ഞങ്ങൾക്ക് വേണ്ടി അന്ന് കാലത്ത് നിങ്ങൾ ചെയ്തോണ്ടിരുന്ന എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ? ഒന്നാനം കുന്നിൽമേൽ ഓരണി മണ്ണിന്മേൽ 1000 കിളി കൂടുവെച്ചു. ഈ പാട്ട് പലരും പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഇതാണ്. ആരൊക്കെയാ പാടുന്നത്? അത് കെ.എസ്. ജോർജ് ഉണ്ട്, ഇളരാജ ഉണ്ട്, പിന്നെ VM കുട്ടി, 3 പേര്. മാപ്പിളപ്പാട്ട്, തമിഴ് പാട്ട്, നാടകഗാനം. നാടകഗാനം. ഒന്നാനം കുന്നിൻ ഓരടി മണ്ണിൽ 1000 കിളിയേ
കൂട്ടിനിളങ്കിളി താമരപ്പൈങ്കിളി താനിരുന്നാടും നല്ലോ താനിരുന്നാടും നല്ലോ. ഒന്നാനങ്ങുന്നിന്മേലെ ഒരടി മണ്ണിന്മേലെ ഓരായിരം കിളി കൂടു വെച്ചു കൂട്ടിൽ നിലങ്കിളി നമ്മുടെ താമര പെങ്കിളിയല്ലേ താനിരും നാടും പൊന്നോല. ഒന്നാനങ്ങുന്നിന്മേലെ ഒരടി മണ്ണിന്മേലെ ഓരായിരം കിളി കൂടു വെച്ചു കൂട്ടിൽ നിലങ്കിളി നമ്മുടെ താമര പെങ്കിളിയല്ലേ താനിരും നാടും പൊന്നോല. താനിരും നാടും പൊന്നോല താനിരും നാട് പൊന്നോല. അട ഒന്നനകൊന്നിന്മേലോരടി മണ്ണിന്മേൽ ஒன்று ஊராயிரம் கிளி கூடுகள் வச்சிருக்க ஒன்று கூட்டி நிலங்கிளியே பச்சை தாமர பைங்கிளியே ஒன்று தானிரு நாடும் பொன்னொலையில் அட ஒன்னான குன்னின்மேல் ஓரடி மண்ணின்மேல் ஒன்று ஊராயிரம் கிளி கூடுகள் வச்சிருக்க. അടിപൊളിയായിരുന്നു ചേട്ടാ, സൂപ്പർ. അതുപോലെ തന്നെ ഒരു ഭാഗവത പറയണം. കേശവോ നമ്മൾ ഇന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള ഇടവഴിയെ പടിഞ്ഞാറോട്ട് പോയപ്പോ ഒരു വൃത്തികെട്ട പട്ടി എന്നെ കടിച്ചു. പട്ടി വന്നാദ്യം എൻ്റെ കാലിൽ കമ്മി, പിന്നെ വിടുന്നെ മുട്ടയിൽ കടിച്ചു, പിന്നെ വിടുന്നെ എന്റെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ. അപ്പോ കണ്ണൻ ചേട്ടനെ പോലുള്ള ഒരു വളരെ അനുഗ്രഹീതനായ ഒരു ട്രൂ ആർട്ടിസ്റ്റ് ആയ ഒരു കലാകാരൻ ഈ വേദിയിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. വളരെ സന്തോഷം ക്ഷണിച്ചതിനകത്ത്. അതുപോലെ ഇതിന്റെ പ്രിയപ്പെട്ട ഡയറക്ടർക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന സൗകര്യങ്ങളാണ്. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങണം. ഇത് അദ്ദേഹത്തെ നൽകാനായിട്ട് സാജു ചേട്ടനെയും രമേശ് ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. കണ്ണൻ ചേട്ടനോടൊപ്പം ഒരുപാട് വേദികളിൽ ഷോ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ എത്തുകയും ചെല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ട്രൂപ്പിന്റെ വണ്ടിയിലാണേലും സ്റ്റേജിലാണേലും എല്ലാം കണ്ണൻ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി, കണ്ണൻ ചേട്ടൻ എന്ന് പറയുന്ന കലാകാരൻ, ഇത് രണ്ടും വ്യക്തിയും കലാകാരനും തമ്മിലുള്ളൊരു വലിയ മത്സരമാണ്. കണ്ണൻ ചേട്ടൻ്റെ നല്ല വ്യക്തിത്വത്തിനുടമയാണ്, നല്ല കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇതുപോലുള്ള ആളുകളെ എന്തിന് ഈ വേദിയിൽ കൊണ്ടുവരുന്നു എന്ന് ചോദിക്കുന്നത്, ഒന്ന് ഫൺസ് അപ്പോൺ എ ടൈം ഒരുപാട് പുതിയ കലാകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന ഒരു വേദിയാണ്. ഇവിടെ വരുന്ന ഓരോ പുതിയ കലാകാരന്മാർക്കും 35 വർഷം എന്ന് പറയുന്ന നീണ്ട കാലയളവിലെ ഹാസ്യ ലോകത്തെ അനുഭവ സമ്പത്ത് നേരിട്ട് കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കുന്നതാണ് ഈ സെഗ്മെന്റ്. ഇവിടെ വന്നതിന് കണ്ണൻ ചേട്ടൻ ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങളുടെ വക ഒരു എളിയ ഉപഹാരം. ഇത് ഞാൻ കണ്ണൻ ചേട്ടന് കൊടുക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക അനുഗ്രഹമായിട്ട് കാണുന്നത്. അതിപ്പോൾ കണ്ണൻ ചേട്ടൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വേർഷൻ 2.0 ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമേഴ്സിനെ തിരഞ്ഞെടുക്കുവാൻ പോവുകയാണ്. ഇന്നത്തെ പെർഫോമേഴ്സിനെ അതിനായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ശ്രീറാം ആൻഡ് ബിജു പാല. ശ്രീറാമും ബിജു പാലയും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രണ്ട് പ്രകടനങ്ങളാണ് അവർ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. രണ്ടുപേരും ഒരുപാട് നർമ്മങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. എങ്കിലും ഇന്ന്
നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാവുന്ന കുറച്ച് നല്ല തമാശകൾ ഉറപ്പായും ബിജു പാല പറഞ്ഞെങ്കിലും തമാശകളുടെ എണ്ണത്തിന് ആധിക്യമുണ്ടായിരുന്നത് കൂടുതൽ നമ്മളെ ചിരിപ്പിച്ചതും ശ്രീറാമാണ്. ശ്രീറാം ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്.